വെൽക്കം ബാക്ക് ടു അല്ലൂസ് ഫുഡ് റെസിപ്പി. ഇന്ന് നമ്മൾ ഒരു സാലഡാണ് ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള എങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ്. വെജിറ്റബിൾസ് എല്ലാം മാത്രം മതി. ഇത് ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സാലഡ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, പിന്നുള്ളത് സാലഡ് വെള്ളരി, പിന്നെ ഒരു ആപ്പിൾ കൂടി ഞാൻ ടേസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞ് എടുക്കാം. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു വലിയ ബൗളിലേക്ക് ചേർക്കാം. ആദ്യമായിട്ട് സവാള അരിഞ്ഞത്, അടുത്തത് ക്യാരറ്റ്, കുക്കുംബർ ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം ഇത്രയും ചേർത്തപ്പോൾ തന്നെ ഇതൊരു കളർഫുൾ ആയി. പിന്നെ കുറച്ചുകൂടെ രുചി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഞാനൊരു ആപ്പിൾ കൂടി അരിഞ്ഞെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാലഡ് മാത്രം കഴിക്കുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണിത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏത് ബ്രെഡിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഇതിൽ ഇനി ടേസ്റ്റിന് വേണ്ടി ഞാൻ 1-2 സാധനങ്ങൾ കൂടി ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൽ ഒരല്പം ഉപ്പ്, വളരെ കുറച്ച് മാത്രം ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ആവശ്യത്തിന് വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ടേസ്റ്റിന് വേണ്ടി സാലഡ് ഡ്രസ്സിംഗ് ആണ് ഒഴിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഗാർലിക്കിൻ്റെ ആണ്. അപ്പോൾ ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിലിനി ആവശ്യം ഉള്ളവർക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടാം. ഞാൻ മല്ലിയില ഇടുന്നില്ല. അല്ലാതെ സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്രയും വരുന്നത്. ഇല്ല, ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 1 സ്പൂണോ 2 സ്പൂൺ ഒഴിച്ചാൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി ആണ്, തൊലിച്ച കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് വൈകിട്ടൊക്കെ നൈറ്റിൽ ഡിന്നറിന് പകരം സാലഡ് കഴിക്കുന്നവരാണെങ്കിൽ വളരെ പ്രോട്ടീനും ഉണ്ട്. അതേപോലെ തന്നെ ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് എല്ലാം ചേരുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയോ ഒന്നും തന്നെ വേണമെന്നില്ല. ഇത് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാകും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.